ഹിന്ദി ഭാഷയിലെ അക്ഷരമാലയും മലയാളത്തിലെ അക്ഷരമാലയും ഏറെക്കുറെ ഒരുപോലെയാണെങ്കിലും അക്ഷരങ്ങളുടെ എണ്ണത്തിലും ഉച്ചാരണത്തിലും മറ്റും ചില വ്യത്യാസങ്ങളുണ്ട്. ഹിന്ദിയിലെ സ്വരാക്ഷരങ്ങളും മലയാളത്തിലെ സ്വരാക്ഷരങ്ങളും ഒന്ന് പരിശോധിക്കാം. ഈ ആദ്യത്തെ അക്ഷരങ്ങൾ മലയാളത്തിലേതുപോലെ തന്നെയാണ്. അ, ആ, ഇ, ഈ, ഉ, ഊ ഇത്രയും അക്ഷരങ്ങളിൽ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഇവിടെ വരുമ്പോൾ ഈ അക്ഷരം നമ്മുടെ മലയാളത്തിലെ ഋ എന്ന് പറയുന്ന അക്ഷരമാണ്. പക്ഷേ ഇതിൻ്റെ ഉച്ചാരണം ഹിന്ദിയിൽ വരുമ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട്. അത് രി എന്നാകും. നമ്മൾ ഋഷി എന്ന് പറയുമ്പോൾ ഹിന്ദിക്കാർ ഋഷി എന്നാണ് പറയുക. അതുപോലെ ഋതു എന്നുള്ളതിന് രിതു എന്നാണ് പറയുക. അപ്പോൾ ഉച്ചാരണത്തിൽ ചെറിയ വ്യത്യാസമുണ്ട്. പിന്നെ ഈ അക്ഷരം നമ്മുടെ മലയാളത്തിലെ എ, ഹ്രസ്വം എ, ഈ അക്ഷരത്തിന് തുല്യമായിട്ടുള്ള അക്ഷരം ഹിന്ദിയിലില്ല. ഹിന്ദിയിലുള്ളത് എ ആണ്. എ എന്ന നീട്ടമുള്ള ദീർഘമായ അക്ഷരമാണ് ഹിന്ദിയിലുള്ളത്. അതുപോലെ തന്നെ അടുത്ത അക്ഷരം ഐ ആണ്. മലയാളത്തിലെ ഐ ആണ്. പക്ഷേ ഈ അക്ഷരം വായിക്കുന്നത് ഏയ് എന്നാണ്. ഐ എന്നല്ല, ഏയ് എന്നാണ്. ഏയ് നക്ക്, ഏയ് സ എന്നൊക്കെയാണ് ഹിന്ദിയിൽ പറയുക. അതുപോലെ തന്നെ ഈ അക്ഷരം ഇവിടെ ദീർഘമായ ഓ ആണുള്ളത്. അതായത് മലയാളത്തിലെ ഈ ഹ്രസ്വമായ ഓ ഹിന്ദിയിൽ ഇതല്ല. ഹ്രസ്വമായ ഓ ഹിന്ദിയിലില്ല. മറിച്ച് ഓ എന്ന ദീർഘമായ അക്ഷരമാണ് ഹിന്ദിയിലുള്ളത്. അടുത്ത അക്ഷരം ഔ. ഇത് മലയാളത്തിലെ ഔ എന്ന അക്ഷരത്തിന് തുല്യമായിട്ടുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ ഉച്ചാരണത്തിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഔ എന്നല്ല, ഓ എന്നാണ് ഹിന്ദിക്കാർ പറയുക. ഔരത്ത്, ഔജാർ എന്നൊക്കെയാണ് പറയുക. ഓർ, ആൻഡ് എന്നുള്ള അർത്ഥത്തിൽ ഓർ. ഔർ അല്ല, ഓർ. ഔരത്തല്ല, ഔരത്ത്. അങ്ങനെ ഉച്ചാരണത്തിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഇവിടെ ഈ രണ്ട് അക്ഷരങ്ങളിൽ കാര്യമായ വ്യത്യാസമൊന്നുമില്ല. അം എന്ന അക്ഷരം, പിന്നെ സംസ്കൃത വാക്കുകൾ വരുമ്പോൾ ഉപയോഗിക്കുന്ന അഹ, അത് രണ്ടിലും വ്യത്യാസമില്ല. അപ്പോൾ വ്യത്യാസം വരുന്നത് ഹ്രസ്വമായ അതിനു മുമ്പ് തന്നെ ഋ എന്ന അക്ഷരം. ഋ എന്ന അക്ഷരത്തിൽ ഉച്ചാരണം രി എന്നാണ്. അതുപോലെ ഹ്രസ്വം എ ഇല്ല, എ മാത്രമേ ഉള്ളൂ. അതുപോലെ ഐ അല്ല, ഏയ് ആണ്. ഹ്രസ്വം ഓ ഇല്ല, ഓ ആണുള്ളത്. ഔ ഇല്ല, ഓ എന്നാണ് ഉച്ചാരണം. ഇനി ഹിന്ദിയിലെ വ്യഞ്ജനാക്ഷരങ്ങൾ മലയാളത്തിലെ വ്യഞ്ജനാക്ഷരങ്ങളുമായിട്ടുള്ള വ്യത്യാസം നമുക്ക് അടുത്ത വീഡിയോയിൽ പരിശോധിക്കാം. താങ്ക് യു.